ജന്തർമന്ദറിലെ സമരക്കാർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മേജർ രവിക്ക് വക്കീൽ നോട്ടീസ്. +2 വിദ്യാർത്ഥിനിയായ മാളവികയാണ് നോട്ടീസ് അയച്ചത്. നോട്ടീസ് ലഭിച്ച് 7 ദിവസത്തിനകം പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. ലാൽകുമാർ തത്സമയ വിവരങ്ങൾ നൽകും. ലാൽകുമാർ, ആ ഒരു സമരം നടക്കുമ്പോൾ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ, ഒരുപക്ഷെ ആ സമരത്തെക്കാൾ ഉപരി അതിന്മേലുള്ള പ്രതികരണങ്ങൾ കൂടി വലിയ ചർച്ചയാകുന്ന ഒരു സമയമാണ്. അക്കൂട്ടത്തിലാണ് മേജർ രവിയും ഇതിനുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പങ്കുവെക്കുന്നതും. അതിനെതിരെയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ജിൽസി, പലപ്പോഴും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പലരും പറയാറുണ്ട്. അത്തരത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് പലതരത്തിലെ ആക്ഷേപങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിരുന്നു മേജർ രവി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഫേസ്ബുക്ക് ലൈവ്. ആ ലൈവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മലയാളി വിദ്യാർത്ഥിയായിട്ടുള്ള +2 കാരിയാണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ആ കുട്ടി ഇവിടെ സമരത്തിൽ നിരന്തരം പങ്കെടുക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ അധിക്ഷേപങ്ങൾ തനിക്കും ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നതിൽ മേജർ രവി പ്രധാനമായി അതിൽ പലതരത്തിലെ ആക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഈ വിദ്യാർത്ഥികൾക്ക് CBSE എന്ന് പോലും എഴുതാൻ അറിയില്ല എന്ന തരത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ രാത്രികാലങ്ങളിൽ അതിക്രമങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നടക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് മേജർ രവി നടത്തുന്നുണ്ട്. പലരും ഇവിടെ തിന്നാനും കുടിക്കാനും വേണ്ടി മാത്രമാണ് എത്തുന്നത് എന്ന് വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കൂടാതെ ഈ അമേരിക്കയാണ് ഈ സമരത്തിന് ഫണ്ട് ചെയ്യുന്നത്, മറ്റു രീതിയിലേക്കും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇത്തരത്തിൽ ആ ലൈവിൽ വിളിച്ചു പറയുണ്ടായി. മാത്രമല്ല, മോഹൻലാലിന്റെ മകളെ ഉൾപ്പെടെ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വിദ്യാഭ്യാസമില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ആ ലൈവിനകത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ മാളവിക എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവ ഡിലീറ്റ് ചെയ്യണം, പരസ്യമായി മാപ്പ് പറയണം. മാത്രമല്ല 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഈ കുട്ടി ചോദിച്ചിട്ടുണ്ട്. ജിൽസി.